കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ വഴിയോര വർണ്ണ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ആയതിൻ്റെ ഒരു ഏകദേശ ചരിത്ര വിവരണം ഇങ്ങനെയാണ്. ആർക്കിയോളജി വിഭാഗം എപ്പിഗ്രാഫിക്കിലെ കരിങ്കൽ സ്തൂപത്തിൽ കണ്ടെത്തിയ കോലെഴുത്തിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയാണ്. ഏകദേശം 1425-26 കാലഘട്ടത്തിൽ ലക്ഷ്മി അമ്മാൾ എന്ന ബ്രാഹ്മണ സ്ത്രീ കാശി യാത്ര കഴിഞ്ഞ് വരുമ്പോൾ തൻ്റെ കൈവശം ഒരു ബാണലിംഗം കൊണ്ടുവന്നതായും പ്രസ്തുത ബാണലിംഗത്തെ കൽപ്പാത്തി പുഴയോരത്ത് പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുകയും തൻ്റെ ആഗ്രഹം അന്നത്തെ പാലക്കാട്ടുശ്ശേരി ശേഖരിവർമ്മ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. ഈശ്വരവിശ്വാസിയും സൽസ്വഭാവിയുമായിരുന്ന പാലക്കാട്ട് രാജാവ് ആയതിന് സമ്മതം മൂളുകയും അദ്ദേഹം തൻ്റെ ഏറ്റവും വിശ്വസ്തനായ അകത്തേത്തറ വലിയ കോണിക്കലിലെ കാരണവരായിരുന്ന ശ്രീമാൻ ഇട്ടിക്കൂമ്പി അച്ഛൻ അവറുകളെ ക്ഷേത്രം പണിത് പ്രസ്തുത ബാണലിംഗം നിശ്ചിത സ്ഥലത്ത് പ്രതിഷ്ഠിക്കുവാൻ ഉത്തരവിട്ടു. കാരണവർ ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയതായും രേഖപ്പെടുത്തുന്നു. സന്തുഷ്ടനായ രാജാവ് ശ്രീ ഇട്ടിക്കോമ്പി അച്ഛൻ അവറുകളെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായി നിയമിക്കുകയും ചെയ്തു. ആയതുകൊണ്ട് മാത്രം തൃപ്തിയാവാതെ സന്മനസ്സുള്ള രാജാവ് ക്ഷേത്രത്തിൻ്റെ പേരിൽ നീളാനദിയുടെ തെക്കുവശത്തു നിന്ന് ശംഖുവാരത്തോട് വരെയുള്ള വസ്തുവകകൾ എഴുതിവെക്കുകയും ആയതിന് ഭക്തിപുരസ്സരം ചൊക്കനാഥപുരം സുന്ദരേശ്വര പെരുമാളിനെയും കലേക്കുളങ്ങര ശ്രീ ഏമൂർ ഭഗവതിയെയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൽപ്പാത്തിയിലെ പ്രസിദ്ധമായ അച്ചാറാണ് പൊന്നുമാമി അച്ചാർ. എന്നാൽ ഇന്ന് പൊന്നുമാമിക്ക് എഴുന്നേറ്റ് പോലും നിൽക്കാൻ സാധ്യമല്ല. അവരുടെ പേരിൽ പോലും വ്യാജമായിട്ട് അച്ചാർ കച്ചവടം തകൃതിയായി നടക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൽപ്പാത്തി രഥോത്സവത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു മനോഹരമായ ആധ്യാത്മിക കാഴ്ചയാണ്. സാമവേദം, അഥർവവേദം, ഋക്ക്, ഋജുസ് ഇങ്ങനെ 4 വേദങ്ങൾ വേദപണ്ഡിതന്മാർ തഞ്ചാവൂരിൽ നിന്നും മറ്റും വന്ന് അവിടുത്തെ ഗണപതി ക്ഷേത്രത്തിൽ ആലാപനം ചെയ്യുന്ന ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചയാണ് ഇത്. അത് ഓരോ സ്ഥലങ്ങളിലും ആ വേദപണ്ഡിതന്മാരിരുന്ന് വേദം ചൊല്ലുന്ന ആ കാഴ്ച നമ്മളെ ഹഠാത് ആകർഷിക്കും. അതിനോടൊപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സമയാസമയങ്ങളിൽ അവിടെ ഒരുക്കി വച്ചിരിക്കുന്ന പീഠത്തിൽ പൂജകളും നടക്കും. ഇത് രഥമാണ്. രഥം തയ്യാറായി വരുന്നു. ഇതിൻ്റെ പുറത്ത് ഇനി മനോഹരമായിട്ടുള്ള വർണ്ണാഭമായ കെട്ടുകാഴ്ചകൾ കൊണ്ട് സമ്പന്നമാക്കും, അലങ്കരിക്കും. കുണ്ടമ്പലത്തിൽ